സാർ, സാറ് തന്നെയല്ലേ പറഞ്ഞത് പേര് വിളിച്ചോളാൻ? ഇവിടെ നമ്മൾ മാത്രല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച. സാറിന് ദേഷ്യമായോ? സാറിന് ഇഷ്ടായില്ലേ? ഞാൻ അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു അല്ലേ സർ? താങ്ക് യു രവി, താങ്ക് യു സോ മച്ച്. ശ്രീലക്ഷ്മി, സമയം ഒരുപാടായി, നമുക്ക് ഉറങ്ങണ്ടേ? ഞാനെന്ന് പറഞ്ഞുകൊണ്ടാണോ താനിന്ന് തലേണ കൊണ്ട് വന്മതിലൊന്നും പണിയാത്ത? എത്രയോ വർഷമായി ഞാൻ ചെയ്ത തപസ്സിന്റെ ഫലവാ എനിക്കിപ്പോ രവിയുടെ കൂടെ ലഭിച്ചിരിക്കുന്ന ഈ നിമിഷങ്ങൾ. ഇനി നമുക്കിടയിൽ അങ്ങനെ ഒരു മതിലിന്റെ ആവശ്യമില്ല രവി. ശ്രീലക്ഷ്മി, താൻ തന്നെയാണോ ഈ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇനിയാണ് കഥയുടെ ശരിക്കുള്ള ആരംഭം. പ്രണയം നിന്റെ ജന്മത്തിന്റെ ഒരു കാരണമാണെങ്കിൽ മറ്റൊരു പ്രധാന കാരണം രവിയുടെ നേരെ ഉണ്ടാകാതിരിക്കുന്ന ആക്രമണങ്ങളെ തടയാനും കൂടിയാണ്. സാറിന് നേരെ ആക്രമണങ്ങളോ? അതെ, ജീവന് തന്നെ ആപത്തായേക്കാവുന്ന ആക്രമണങ്ങൾ. അത് പുറത്തുള്ള ശത്രുക്കളിൽ നിന്നും മാത്രമാകില്ല, വേണ്ടപ്പെട്ടവരുടെ ഉള്ളിൽ പോലും മറഞ്ഞിരിക്കുന്ന പകയുണ്ട്. വേണ്ടപ്പെട്ടവർ തന്നെ സാറിനെ അപായപ്പെടുത്തുന്നത് എങ്ങനെ? എന്തിന്? വേണ്ടപ്പെട്ടവർ ചെയ്യാതെ പിന്നെ ഒരു ഈച്ചയ്ക്ക് പോലും അനുവാദം ഇല്ലാതെ അകത്ത് കയറ്റിവിടാത്ത രാജാറാമിന്റെ സെക്യൂരിറ്റിയെ ഭേദിച്ച് ആദ്യ രാത്രിയിൽ നിങ്ങൾക്ക് കുടിക്കേണ്ട പാലിൽ പിന്നെ എങ്ങനെ വിഷം കലർന്നു? അപ്പോ അതുകൊണ്ടാണോ ശാന്തി മുഹൂർത്തം മുടങ്ങിയത്? അന്നേ ദിവസം അഷ്ടമി പ്രഭാവം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ആ വിഷപ്രയോഗം തടുത്തു നിർത്താനായി. എപ്പോഴും എനിക്കങ്ങനെ ചെയ്യുവാൻ സാധ്യമല്ല. എന്നെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞയച്ചതുപോലെ എപ്പോൾ വേണമെങ്കിലും രവിയെയും നിന്നെയും ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കാം. ഇതൊക്കെ ആരാണ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ എന്റെ ജനനത്തിനും മരണത്തിനും സാക്ഷ്യം വഹിച്ച ഒരു കാലത്ത് ക്ഷേത്ര സമാനമായിരുന്ന നന്ദിനി നിലയത്തെക്കുറിച്ച് നീ അന്വേഷിച്ചറിയണം. നന്ദിനി നിലയം ഇപ്പോഴുമുണ്ട്. എന്റെ മരണത്തിന് കാരണമായവരെ കണ്ടെത്താനുള്ള വിവരങ്ങൾ നിനക്ക് അവിടെ നിന്ന് ലഭിക്കും. എന്നോടൊപ്പം അവിടെ അവസാനിച്ചത് മധുരിക്കുന്ന ഒരുപാട് ഓർമ്മകളാണ്. ഓർമ്മകളായതല്ല, ഓർമ്മകളാക്കിയതാണ്. ശത്രുക്കളെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലെത്തിക്കണമെങ്കിൽ നീ നന്ദിനി നിലയത്തിൽ പോകണം. അപ്പോഴേ നമ്മുടെ പ്രണയത്തിന് അവസാനം കാണാൻ ശ്രമിക്കുന്നവരെ നമുക്ക് നിഗ്രഹിക്കാനാകും. ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? എന്താണ് അവരുടെ തീരാത്ത പകയുടെ കാരണം? ഭയപ്പെടേണ്ട ശ്രീലക്ഷ്മി, നീ ഇപ്പൊ ശ്രീലക്ഷ്മി മാത്രല്ല, രാജനന്ദിനി എപ്പോഴും നിന്റെ ഒപ്പം ഉണ്ട്. രാജനന്ദിനി പോലെ ആലോചിച്ച് ശ്രീലക്ഷ്മി അന്വേഷിക്കണം ആരാണ് മറഞ്ഞിരിക്കുന്ന ശത്രു എന്ന്.
നിന്റെ അന്വേഷണങ്ങൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ ശത്രുവിനെ നിനക്കൊരിക്കലും കണ്ടെത്താനാവില്ല. ആർക്കും സംശയം തോന്നാതെ ശത്രുവിനെ നീ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ രവിയോടൊപ്പമുള്ള നിന്റെ ഓരോ നിമിഷവും സന്തോഷം നിറഞ്ഞതായിരിക്കും. ആ സന്തോഷം എന്താണെന്ന് നിനക്ക് അനുഭവിക്കണ്ടേ ശ്രീലക്ഷ്മി? ശ്രീലക്ഷ്മി, താൻ ഉറങ്ങാതെ എന്തെടുക്ക? സാറ് സുഖമായി ഉറങ്ങാൻ ഞാൻ കാല് മസാജ് ചെയ്യായിരുന്നു. തന്റെ കണ്ണെന്തെന്ന് അറിഞ്ഞിരിക്കുന്നത്? ഇതുവരെയുള്ള നമ്മുടെ പ്രണയത്തെക്കുറിച്ചും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ സന്തോഷത്തോടെയുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചപ്പോ അറിയാതെ എന്റെ കണ്ണ് നിറഞ്ഞതാസ. താൻ ഡയറി എഴുതി തുടങ്ങിയപ്പോ മുതൽ തന്റെ ഭാഷാപ്രയോഗത്തിൽ വല്ലാത്ത മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മതി, ഇനി താ ഉറങ്ങിക്ക്. പോയി കിടന്നു കമാ. പില്ലെടുത്തോ. ആഹാ, ഇന്ന് ബാലം എന്നെ ഓവർടേക്ക് ചെയ്തല്ലോ. കുഞ്ഞു വന്ന ശേഷം എനിക്കങ്ങനെ പൂജാമുറി വരേണ്ടി വന്നിട്ടില്ലല്ലോ. താമസിച്ചപ്പോ ഞാൻ കരുതി. ഓ അത് സാരമില്ലെന്ന്. ശരിക്കും ഈ വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് തെളിക്കാൻ ഏറ്റവും യോഗ്യൻ ബാലമ തന്നെയാ. ബാലമേ, എന്താ കുഞ്ഞെ? ഞാൻ ബാലമ്മയോട് ഒരു കാര്യം ചോദിക്കട്ടെ? ശരിയായ ഉത്തരം പറഞ്ഞു തരുമോ? അതെന്താ കുഞ്ഞിന് അങ്ങനെ ഒരു സംശയം? കുഞ്ഞു ചോദിക്കേ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായും പറഞ്ഞുതരാം. ഞാൻ രവി സാറിനെ പരിചയമായ ആ നാള് മുതല്, അല്ലെങ്കിൽ ഞാനിവിടെ വരുമ്പോഴൊക്കെ ബാലമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. ബാലമ്മ ശരിക്കും ആരാണ്? എന്താണ് ഈ കുടുംബമായിട്ട് ബാലമ്മയ്ക്കുള്ള ബന്ധം? കേവലം ഒരു കാര്യസ്ഥന്റെ സ്ഥാനമല്ല ബാലമ്മയ്ക്ക്. അതിനപ്പുറം ഈ കുടുംബമായിട്ട് ബാലമ്മയ്ക്ക് എന്തോ ബന്ധമുണ്ട്. ബന്ധങ്ങളുടെ അളവുകോൽ കുഞ്ഞെങ്ങനെയാ കണക്കാക്കുന്നതെന്ന് എനിക്കറിയില്ല കുഞ്ഞ്. രക്തബന്ധങ്ങളെക്കാൾ വലുത് ഈ ലോകത്തൊന്നുമില്ലാന്ന് പറയുന്നത് വെറുതെ കുഞ്ഞ്. അതിനേക്കാൾ വലിയ പല ബന്ധങ്ങളുമുണ്ട്. പിന്നെ ഞാൻ ആരാണെന്നാണ് കുഞ്ഞിന് അറിയേണ്ടതെങ്കിൽ അതിനുത്തരവില്ല. ഈശ്വരന്റെ കൽപ്പന പോലെ അങ്ങ് ജീവിക്കുന്നതേ ഉള്ളൂ. കുഞ്ഞ് ആരാണെന്ന് ഞാൻ തിരികെ ചോദിച്ചാൽ കുഞ്ഞ് എന്തുത്തരം പറയും? രവിക്കുഞ്ഞിന്റെ ഭാര്യയാണെന്ന്, അല്ലേ? അത് കേവലം ഇവിടെ ജീവിക്കാനുള്ള ഒരു മേൽവിലാസം മാത്രമാണ്. അല്ലാതെ അതിന് വേറൊരു ഉത്തരമില്ല. ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ലാത്ത ആ ചോദ്യം കുഞ്ഞിനെ പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ എന്നെയും അലട്ടിക്കൊണ്ടിരിക്കുന്നു.
ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും ആരെന്ന ചോദ്യം. ഇനി കുഞ്ഞിന്റെ ഒരു സംശയം കൂടിയുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് എത്ര കാലമായെന്ന്. കാലത്തിന്റെ കണക്ക് ഞാൻ സൂക്ഷിക്കാറില്ല കുഞ്ഞെ. ചിലപ്പോ കുഞ്ഞിന്റെ പ്രായത്തിന്റെ കണക്കും ഞാനിവിടെ വന്നതിന്റെ കണക്കും ഒന്നായെന്നും വരും. തീർന്നില്ലേ കുഞ്ഞിന്റെ സംശയങ്ങളൊക്കെ? സത്യം പറഞ്ഞ ബാലമ്മ പറഞ്ഞതിൽ പകുതിയെ എനിക്ക് മനസ്സിലായില്ല. ഇനി എനിക്ക് ഒരേ ഒരു കാര്യം കൂടി അറിഞ്ഞാൽ മതി. തീർന്നില്ലേ? ഇനിയുണ്ടോ സംശയം? ചോദിച്ചോളൂ. ഈ നന്ദിനി നിലയം എന്ന വീട് അതെവിടെയാണ്? രാജനന്ദിനിയും രവി സാറും ഒരുമിച്ച് താമസിച്ച ആ വീടിനെ കുറിച്ച് എനിക്കറിയണം. അത് എവിടെയാണ്? ഈ നാട്ടിൽ തന്നെയാണോ? അവിടെ ഇപ്പോഴും അങ്ങനെ ഒരു വീടുണ്ടോ? അവിടെ ആരൊക്കെയുണ്ട്? എല്ലാം എനിക്കറിയണം. കുഞ്ഞെ, സത്യം പറഞ്ഞാൽ എനിക്ക് ആ വീടിനെ കുറിച്ച് അറിയില്ല. കേൾവി മാത്രമേ ഉള്ളൂ. അതെന്താ? ബാലമ്മ ഇവിടെ വന്നിട്ട് കുറെ വർഷങ്ങളായില്ലേ? പിന്നെന്താ ആ വീടിനെ കുറിച്ച് അറിയാത്തത്? വർഷങ്ങളുടെ കണക്കും കുഞ്ഞിപ്പോ ചോദിച്ചതിന്റെ കണക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല കുഞ്ഞെ. എല്ലാം ഒരു നിയോഗമാണ്. എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പോകുന്നവർ. ആ യാത്രാമധ്യേ കണ്ടുമുട്ടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ഒത്തുചേരലിന്റെ കാരണം എന്താണെന്നുള്ളത് ഒരു മിഥ്യയായി അവശേഷിക്കും. നമ്മളിൽ ഒരാൾ മരണപ്പെട്ടതിന് ശേഷം മാത്രമേ ആ അന്വേഷണവും ചിന്തകളും ഉണ്ടാവൂ. അയാൾ ആര് എന്ന ചോദ്യത്തിന്റെ അവസാനമായിരിക്കും ഞാൻ ആര് എന്ന ചോദ്യം സ്വയം ചോദിച്ചു തുടങ്ങുന്നത്. ഇവിടെ ഇപ്പോ കുഞ്ഞിന്റെ ചോദ്യം രവിക്കുഞ്ഞും രാജനന്ദിനി കുഞ്ഞും അവിടെ ഒരുമിച്ച് താമസിച്ചിരുന്ന കാലത്തെക്കുറിച്ചാണ്. പക്ഷേ ആ സമയത്തൊന്നും ഞാനിവിടെ ഇല്ലായിരുന്നു കുഞ്ഞെ. ഞാൻ ആ വീട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നല്ലാതെ അതെവിടെയാണെന്നോ ഏതു വഴിക്ക് പോയാൽ അവിടെ എത്തുമെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ യാത്രയൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്ന ശേഷം ഇവിടുന്ന് ആരും അങ്ങോട്ട് പോയതായും അറിയില്ല. രാജനന്ദിനി കുഞ്ഞ് മരിച്ച സമയത്തൊക്കെ ഞാൻ തീർത്ഥാടനത്തിലായിരുന്നു. പിന്നെ ഗായത്രി അമ്മയ്ക്കും രവിക്കുഞ്ഞിനും ഒക്കെ വിഷമം ഉണ്ടാകുമെന്ന് കരുതി ഞാൻ ഇതേപ്പറ്റി അവരോട് ചോദിച്ചിട്ടുമില്ല. വേണമെങ്കിൽ കുഞ്ഞിന് വേണ്ടി ഞാൻ ഗായത്രി അമ്മയോട് ചോദിച്ചിട്ട് പറയാം. അയ്യോ, അത് വേണ്ട ബാലമ്മ. ബാലമ്മ പറഞ്ഞതുപോലെ അമ്മയ്ക്ക് വിഷമാവെന്ന് കരുതിയ ഞാൻ ബാലമ്മയോട് ചോദിച്ചത്. അങ്ങനെ എല്ലാവർക്കും വിഷമമാകുന്നൊരു കാര്യം കുഞ്ഞെന്തിനാ തേടി നടക്കുന്നത്? ഇവിടെ കുറച്ചുനാൾ കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ വെച്ച് ഞാനൊരു കാര്യം പറയാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടാൽ മനസമാധാനം പോകുമെന്നല്ലാതെ വേറൊരു ഗുണവും അതിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. പിന്നെ വിലയേറിയ കുഞ്ഞിന്റെ സമയവും നഷ്ടം. ഇപ്പൊ തന്നെ കുഞ്ഞിന് ഓഫീസിനെത്താനുള്ള സമയം കഴിഞ്ഞില്ലേ? അനാവശ്യ ചിന്തകൾ ഒഴിവാക്കി ചെയ്യുന്ന കർമ്മങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഇപ്പൊ പഴയ ശ്രീലക്ഷ്മി അല്ല,
ഗായത്രി അമ്മയുടെ മരുമകളാ. ആ ചിന്തയിൽ മുന്നോട്ട് പോവുക. കുഞ്ഞിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ ബാലമ്മ തന്നിരിക്കും. ഇപ്പോഴല്ല, പിന്നെ. ബാലമ്മയോട് ചോദിക്കേണ്ടിയിരുന്നില്ല. ഇനി ബാലമ്മ എങ്ങാനും അമ്മയോടിത് പറഞ്ഞാൽ ആകെ പ്രശ്നമാവും. ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? ഇനി ഈ കുടുംബത്തിന് വെളിയിലുള്ളത് രാജാറാം സാറാ. രാജാറാം സാറിനോട് ഇത് ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ രവി സാർ ഇതറിയും. എന്തായാലും രാജാറാം സാറിനെ കണ്ടാൽ എന്തെങ്കിലും അറിയാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാ. ബാലമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഈ കുടുംബവുമായിട്ടുള്ള ബാലമ്മയുടെ ബന്ധത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. അതെന്തുകൊണ്ടായിരിക്കും? പക്ഷെ എല്ലാത്തിനുമുള്ള ഉത്തരം ആ സ്ഥലത്തുണ്ടാവും. നന്ദിനി നിലയം. ആഹാ, ഇതാര്? ശ്രീലക്ഷ്മി മേഡമോ? മാഡം ഇരിക്കും. ഇരിക്കുന്നില്ല സർ. മാഡത്തിന് എന്നോടെന്തോ പറയാനുണ്ട് അല്ലേ? എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സാറിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയുകയും വേണം. എന്താ ശ്രീലക്ഷ്മി മാഡത്തിന് പറയാനും അറിയാനും ഉള്ളത്? രവിയെ കുറിച്ചാണോ? സ്വന്തം ഭർത്താവിനെ കുറിച്ച് എന്നോടാണോ ചോദിക്കുന്നത്? എങ്കിലും മാഡം ചോദിക്കും. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉത്തരം പറയാം. എനിക്കറിയേണ്ടത് എന്റെ ഭർത്താവിനെ കുറിച്ചല്ല, എന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയെ കുറിച്ചാണ്. സാക്ഷാൽ രാജനന്ദിനെ കുറിച്ച് തന്നെ. ദുരൂഹതകൾ ബാക്കി നിൽക്കുന്ന ആ മരണത്തെക്കുറിച്ച് എനിക്കറിയണം. എന്തിന്? കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ഇനി എന്തിനാ മാഡം മെനക്കെടുന്നത്? കഴിഞ്ഞു പോയെന്ന് കരുതി സത്യം സത്യമല്ലാതാകുന്നില്ലല്ലോ സർ. മാഡം എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മാഡത്തിന് ബന്ധമില്ലാത്ത കാര്യങ്ങൾ മാഡം ചിക്കിച്ച് ചെയ്യേണ്ട കാര്യം എന്താ? മാഡത്തിന് എന്തെല്ലാം ജോലികളുണ്ട് ഇവിടെ ചെയ്യാൻ. അതിനു പോലും മാഡത്തിന് ഇപ്പൊ സമയം തികയുന്നില്ല. പിന്നെന്തിനാ ആവശ്യമില്ലാത്തതിന്റെ പുറകെ നടന്ന് ഉള്ള സമയം കൂടി കളയുന്നത്? ആവശ്യമില്ലാത്ത കാര്യം പഴയ ശ്രീലക്ഷ്മി എന്ന എനിക്ക് ചിലപ്പോ ആവശ്യമില്ലാത്ത കാര്യമാവും. പക്ഷേ രവിവർമ്മന്റെ ഭാര്യ ശ്രീലക്ഷ്മിക്ക് അത് ആവശ്യമുള്ള കാര്യമാണ്. അങ്ങനെ ഒരു അധികാരത്തില് നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമുണ്ടോ ശ്രീലക്ഷ്മി മാഡം? രവിവർമ്മൻ എന്ന ആള് എന്റെ ഫ്രണ്ടാ. ഫ്രണ്ടിന്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്ന ബഹുമാനവും സ്നേഹവും എനിക്ക് മാഡത്തിനോടുണ്ട്. അത് മാഡമായിട്ട് കളഞ്ഞു കുളിക്കരുത് പ്ലീസ്. ചങ്ങാതിയേക്കാൾ ഒരുപാട് മുകളിലാണ് ഭാര്യയുടെ സ്ഥാനം. അതിന് ഞാൻ പറഞ്ഞിട്ട് വേണം രാജാറാം സാറിന് മനസ്സിലാവാൻ. അങ്ങനെയാണെങ്കിൽ മാഡം രാജനന്ദിനെ കുറിച്ച് ചോദിക്കേണ്ടത് എന്നോടല്ല, സ്വന്തം ഭർത്താവിനോടാണ്. എന്താ മാഡം, ഞാൻ പറഞ്ഞ ശരിയല്ലേ? ശരിയാണതെന്ന് മാഡത്തിന് മുഖത്തുനിന്ന് തന്നെ വായിച്ചെടുക്കാം. മാത്രമല്ല, ഇത് വർമ്മൻ കമ്പനിയുടെ ഓഫീസാണ്. ഇവിടെ ഓരോരുത്തരും വരുന്നത് അവരവരുടെ ജോലി ചെയ്യാൻ. അതിനിടയ്ക്ക് ഇവിടെ ആരുടെ പേഴ്സണൽ കാര്യത്തിനും ഒരു പ്രസക്തിയില്ല. ഈവൻ രവി സാറിന്റെ പോലും. അതുകൊണ്ട് ഇത് എന്റെ ക്യാബിനാണ്. എനിക്ക് ഒരുപാട് ജോലി ചെയ്ത് തീർക്കാനുണ്ട്. അതിനിടയിൽ വന്ന്
രവി, രാജനന്ദിനി എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കരുത് പ്ലീസ്. പിന്നെ സംശയങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് മാഡത്തിന്റെ അറിവിലേക്കായി ഒരു കാര്യം കൂടി പറയാം. രാജനന്ദിനി മാഡം ഒരു പാവമായിരുന്നു. കല്യാണത്തിന് മുമ്പും പിമ്പും ഒരു തവണ പോലും രവിയെയോ മറ്റാരെയോ വിഷമിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ശ്രീലക്ഷ്മി മാഡത്തിന് പോവാം. പിന്നെന്തിനാ രവി സാറും രാജനന്ദിനിയുമായിട്ടുള്ള കല്യാണം മുടക്കാൻ രാജാറാം സാർ ശ്രമിച്ചത്? എല്ലാവരും സമ്മതം മൂളിയ ഒരു കല്യാണത്തിന് രാജാറാം സാർ മാത്രം എന്തിനെതിരെ നിന്നു? ഇത് ഞാനിങ്ങനെ അറിഞ്ഞു എന്നാണോ? അറിഞ്ഞ വഴി ഏതായാലും ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇനി സാർ നേരത്തെ ചോദിച്ചതിന്റെ ഉത്തരം ഞാൻ ഇപ്പൊ പറയാം. എന്റെ ഭർത്താവിനോട് ഞാൻ ഇതേപ്പറ്റി ചോദിച്ച പുള്ളി ഒരിക്കലും ഇക്കാര്യം അറിഞ്ഞ ആളല്ല എങ്കിൽ സ്വന്തം ഫ്രണ്ടിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ ആത്മബന്ധത്തിന് വിള്ളല് വീഴുന്നതിന് ഞാൻ കാരണമാവരുതെന്ന് തോന്നി. അതുകൊണ്ട് മാത്രം ഞാൻ സാറിനോട് ചോദിച്ചത്. സാർ ഇപ്പോഴും ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം പറഞ്ഞില്ല. ഒരുമിച്ച് ജീവിച്ചു വളർന്ന സ്വന്തം കൂട്ടുകാരന് വലിയൊരു കുടുംബത്തിൽ നിന്നും വലിയൊരു ജീവിതം കിട്ടുന്നതിനോടുള്ള അസൂയായിരുന്നോ? അതോ അനാഥനായ കൂട്ടുകാരന് ബന്ധുക്കൾ ഉണ്ടാകുമ്പോ തന്നെ മറക്കുമെന്ന ഭയോ? ശ്രീലക്ഷ്മി മാഡം, യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ്. സാർ ഉത്തരം തരാതെ ചുമ്മാതെ നിൽക്കുന്ന കാണുമ്പോ ഏതൊരാൾക്കും തോന്നുന്ന ന്യായമായ സംശയങ്ങൾ എനിക്കും തോന്നി. അത്രേ ഉള്ളൂ. ഇതൊന്നും അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഉത്തരം പറയണം സാർ. ശ്രീലക്ഷ്മി മാഡം, അത് ഞാൻ... സാറിന്റെ ഈ മുഖത്തും സംസാരത്തിലെ ഈ പതർച്ചയിലും പലതും കൂട്ടി വായിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. പക്ഷെ അത് ശരിയാണെന്നുള്ള ബോധ്യം എനിക്കില്ല. അതുകൊണ്ട് സാറിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. രാജനന്ദിനി എങ്ങനെയാ മരിച്ചത്?